नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश धारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुखमुखात् अमृतद्रव संयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम ചതുർത്ഥ സ്കന്ധം 22-ാമത്തെ അധ്യായം. പൃഥു മഹാരാജാവ് 4 കുമാരന്മാരുമായി സന്ധിക്കുന്നു. ശ്ലോകം 38 മുതൽ 42 വരെ വായിക്കാം. യസ്മിന്നിദം സദസദാത്മദയാ വിഭാതി മായാ വിവേക വിദൂതി സ്രജിവാഹി ബുദ്ധി തം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ തത്വം പ്രത്യൂഢ കർമ്മകലില പ്രകൃതി പ്രപദ്യേ. യത്പാദപങ്കജപലാശവിലാസഭക്ത്യാ കർമാശയം ഘൃതിതമുദ്ഘൃതയന്തി സന്ത തദ്വന്ന റിക്തമതയോ യതയോ വിരുദ്ധാം സ്രോതോ ഗണാസ്തം ഹരണം ഭജ വാസുദേവം. കൃച്ഛ്രോ മഹാനിഹ പവാർണവമപ്ലവേഷാം ഷഡ്വർഗനക്രം സുഖേന തിദീർഷന്തി തത്വം ഹരേർഭഗവതോ ഭജനീയമന്ത്രിം കൃത്തോടുപം വ്യസനമുത്തര ദുസ്തരാർണം. മൈത്രേയ ഉവാച സ ഏവം ബ്രഹ്മപുത്രേണ കുമാരേണാത്മമേധസാ ദർശിതാത്മഗതി സമ്യക് പ്രശസ്ത്യോവാച തം നൃപഃ. രാജോവാച കൃതോ മേനുഗ്രഹപൂർവം ഹരിണാർത്താനുകമ്പിനാ തമാപാദയിതും ബ്രഹ്മൻ ഭഗവൻ യൂയമാഗതാഃ. വിവർത്തനം വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജീവനി മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 22. പൃഥുമഹാരാജാവ് 4 കുമാരന്മാരുമായി സന്ധിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്മിന്നിദം സദസദാത്മദയാ വിഭാതി മായാ വിവേക വിദൂതി സ്രജിവാഹി ബുദ്ധി തം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ തത്വം പ്രത്യൂഢ കർമ്മ കലില പ്രകൃതിം പ്രപദ്യേ. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സ്വയം ഈ ശരീരത്തിനുള്ളിൽ കാരണവും ഫലവുമായി ആവിഷ്കൃതനാകുന്നു. പക്ഷേ കയറിൽ സർപ്പത്തെ കാണുന്ന മിഥ്യാസങ്കല്പം ഇല്ലാതാക്കും വിധം നിശ്ചയദാർഢ്യത്താൽ മായാശക്തിയെ അതീന്ദ്രീകരിക്കുന്ന ഒരുവന് പരമാത്മാവ് ഭൗതിക സൃഷ്ടിക്ക് അതീന്ദ്രിയനും ശാശ്വതനുമായി പരിശുദ്ധമായ
ആന്തരിക ശക്തിയിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്രകാരം സർവ ഭൗതിക മാലിന്യങ്ങൾക്കും അതീന്ദ്രിയനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് മാത്രമേ ഒരുവൻ സമർപ്പിതനാകാവൂ. ശ്ലോകം 39. യത്പാദപങ്കജ പലാശ വിലാസപത്യ കർമാശയം ഗ്രഥിതമുദ്രദയന്തി സന്ത തദ്ദന്നരിക്തമതയോ യതയോ അവിരുദ്ധ സ്രോതോ ഗണാസ്തരണം ഭജവാസുദേവം. വിവർത്തനം: ഭഗവാന്റെ പാദപങ്കജങ്ങളുടെ സേവനത്തിൽ സദാ മുഴുകിയിട്ടുള്ള ഭക്തർക്ക് ബലകാംക്ഷ കർമ്മങ്ങൾക്കു വേണ്ടിയുള്ള ആഗ്രഹങ്ങളുടെ കടുംകെട്ടുകൾ നിഷ്പ്രയാസം ഭേദിക്കാൻ കഴിയും. ഇത് വളരെ കഠിനമാകയാൽ അഭക്തന്മാർ, ജ്ഞാനികളും യോഗികളും ഇന്ദ്രിയാസ്വാദനത്തിന്റെ തിരമാലകളെ ഇല്ലാതാക്കാൻ എത്ര യത്നിച്ചാലും അവർക്കതിന് കഴിയില്ല. ആയതിനാൽ നീ വാസുദേവപുത്രനായ കൃഷ്ണന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകാൻ ഉപദേശിക്കപ്പെടുന്നു. ശ്ലോകം 40. കൃച്ചോ മഹാനിഹ ഭവാർണവ അപ്ലവേഷാം ഷഡ്ദർഗനക്രമസുഖേന ദിദിശ്രന്തി തത്വം ഹരേർഭഗവതോ ഭജനീയമഗ്രീം വിത്തോടുകം വ്യസനമുത്തരദുസ്തരാർണം. വിവർത്തനം: ഭൗതികതയുടെ സമുദ്രം തരണം ചെയ്യുക വളരെ ദുഷ്കരമാണ്. കാരണം അത്യന്തം അപകടകാരികളായ വളരെയധികം സ്രാവുകളെ കൊണ്ട് നിറഞ്ഞതാണിത്. അഭക്തരായ ആളുകൾ ആ സമുദ്രം തരണം ചെയ്യാൻ കഠിനനിഷ്ഠകളും തപസ്സുകളും അനുഷ്ഠിക്കാറുണ്ടെങ്കിലും അവരോട് ആ സമുദ്രം തരണം ചെയ്യാൻ സഹായകമാകുന്ന തോണികൾ പോലുള്ള ഭഗവാന്റെ ചരണാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുക മാത്രം ചെയ്യാൻ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു. തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ആ സമുദ്രമെങ്കിലും ഭഗവാന്റെ ചരണാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുക വഴി നിങ്ങൾക്ക് എല്ലാ വിപത്തുകളെയും മറികടക്കാൻ കഴിയും. ശ്ലോകം 41. മൈത്രേയ ഉവാച. സ ഏവം ബ്രഹ്മപുത്രേണ കുമാരേണാത്മമേധസ ദർശിതാത്മഗതി സമ്യക് പ്രശസ്യോവാച തം നൃപഃ. വിവർത്തനം: മഹാമുനി മൈത്രേയൻ തുടർന്നു, അപ്രകാരം ബ്രഹ്മാവിന്റെ പുത്രനാൽ കുമാരന്മാരിൽ ഒരുവൻ, ആധ്യാത്മിക ജ്ഞാനം തികഞ്ഞവൻ, ആധ്യാത്മിക ജ്ഞാനത്തിൽ സമ്പൂർണമായി ഉണർത്തപ്പെട്ട രാജാവ് അവരെ താഴെ പറയുന്ന വാക്കുകളാൽ ആരാധിച്ചു. ശ്ലോകം 42. കൃതോ മേ അനുഗ്രഹ രാജോവാച. കൃതോ മേ അനുഗ്രഹ പൂർവം ഹരിണാത്താനുകമ്പിന തമാപാദയിതും ബ്രഹ്മൻ ഭഗവൻ യുയുമാഗതഃ. വിവർത്തനം: രാജാവ് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, ശക്തിപൂർണ, മുമ്പ് വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യത്താൽ നിങ്ങൾ എല്ലാവരും എന്റെ ഭവനത്തിൽ വരുമെന്ന് എനിക്ക് സൂചന നൽകിയിരുന്നു. ആ അനുഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പോൾ പൃഥ്വിരാജാവ് സനത് കുമാരന്മാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഭൗതിക ലോകത്തിന്റെ സാഗരത്തിൽ വീണുപോയിട്ടുള്ള ജീവാത്മാക്കൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതിനും പരമമായിട്ടുള്ള മുക്തി ലഭിക്കുന്നതിനും പരമപുരുഷനെ പ്രാപിക്കുന്നതിനുമുള്ള മാർഗം എന്താണ്, അതിനുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് സനത് കുമാരൻ പറഞ്ഞത്, പരമപുരുഷനായിട്ടുള്ള ഭഗവാനിൽ ആകർഷണം ഉണ്ടാകണം. യഥാ രതിർ ബ്രഹ്മണി നൈഷ്ഠി. ആ ഭഗവാനോട് ഇഷ്ടമുണ്ടാകണം, ഭഗവാനോട് ആകർഷണം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങളിൽ നിന്ന് ഒരു വ്യക്തിക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണമെന്നും സനത് കുമാരൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. നിരന്തരം ഭഗവാനെ കുറിച്ച് ശ്രവിക്കണം, ഭഗവാനെ കുറിച്ച് ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതത്തിൽ നിന്നും നിരന്തരമായിട്ട് ശ്രവിക്കണം, ഭഗവാനെ കീർത്തിക്കണം, ഭഗവാന്റെ നാമം കീർത്തിക്കണം, അതുപോലെ ഭഗവാനെ നിരന്തരമായിട്ട് ഉപാസിക്കണം. ഇങ്ങനെ നിരന്തരം ചെയ്തു പോന്നാൽ ഹൃദയത്തിലുള്ള ഭൗതിക ആഗ്രഹങ്ങൾ എല്ലാം വെന്തുവെണ്ണീറായി പോകും. അങ്ങനെ ഒരു വ്യക്തിക്ക് മുക്തി ലഭിക്കും.
ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് മുക്തി ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് വിപരീതമായിട്ട് ഭൗതികമായിട്ടുള്ള ചിന്തകളിലാണ് ഒരു വ്യക്തി മുഴുകുന്നതെങ്കിൽ, ഭഗവാനെ മറന്ന് ഭൗതികമായിട്ടുള്ള ചിന്തയിലാണ് ഒരു വ്യക്തി മുഴുകുന്നതെങ്കിൽ, എങ്ങനെ ധനം സമ്പാദിക്കണം, എങ്ങനെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നതെങ്കിൽ, ആ വ്യക്തിയുടെ ആത്മീയമായിട്ടുള്ള ബോധം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഒരു തടാകത്തിൽ പുല്ല് നിറഞ്ഞു കഴിഞ്ഞാൽ ആ പുല്ലുകളും ചെടികളും തടാകത്തിലെ വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് വറ്റിച്ച് ആ തടാകത്തെ ഇല്ലാതാക്കുന്നത് പോലെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഒരു വ്യക്തി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മീയ ബോധം മുഴുവൻ, ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ട് ആ ജീവാത്മാവിന്റെ ആത്മീയ ഗുണങ്ങളെല്ലാം നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ആ വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ആത്മീയ പ്രവർത്തനങ്ങളിൽ വിശ്വാസമില്ലാതായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് മുക്തി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന തമോ ഗുണത്തിലുള്ളവരോട് ഇടപഴകരുത്. അത് ആത്മീയമായിട്ടുള്ള നാശത്തിന് വഴിവെക്കുന്നതാണ് എന്ന് സനത് കുമാരൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായി. മോക്ഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവിനെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. ആ പരമാത്മാവിനെയും പരമാത്മാവിന്റെ തൊട്ടടുത്തിരിക്കുന്ന ജീവാത്മാവിനെ കുറിച്ച് അറിയണം. ജീവാത്മാവ് രണ്ടു തരം ശരീരങ്ങളാൽ മൂടപ്പെട്ടാണ് ഇരിക്കുന്നത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇങ്ങനെയുള്ള സൂക്ഷ്മ ശരീരവും പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭൗതിക ശരീരവും കൊണ്ട് മൂടപ്പെട്ടാണ് ജീവാത്മാവ് ഇരിക്കുന്നത്. എന്നാൽ പരമാത്മാവ് പൂർണ്ണമായിട്ടും സ്വതന്ത്രനായിട്ടാണ് ഇരിക്കുന്നത്. ഈ കാര്യങ്ങൾ മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അറിയേണ്ടതാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. 37-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് ഒരു വ്യക്തി ശരണം പ്രാപിക്കേണ്ടത് എന്നാണ് ഇവിടെ 38-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആ പരമാത്മാവിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ്, ആ പരമാത്മാവ് ഭൗതിക ശരീരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ആ പരമാത്മാവിനെ ഒരിക്കലും മായ ബാധിക്കുന്നില്ല എന്നാണ് ഇവിടെ 38-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തം നിത്യമുക്തം പരിശുദ്ധം വിബുദ്ധദത്തം. നിത്യമുക്തനാണ്. പരമാത്മാവിനെ ഒരിക്കലും മായ ശക്തി ബാധിക്കുന്നില്ല. അത് എപ്പോഴും പരിശുദ്ധമായിട്ടുള്ള ആത്മീയ ശക്തിയിലാണ് നിലനിൽക്കുന്നത്. ഭഗവാന്റെ ആന്തരിക ശക്തിയിലാണ് ആ പരമാത്മാവ് നിലനിൽക്കുന്നത്. ഇത് ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മായ അവിവേക വിദൂതി സൃജിവാഹി ബുദ്ധി. മായയിൽ നിന്ന് മുക്തമായിട്ടുള്ള ബുദ്ധി കൊണ്ട് മാത്രമേ ആ പരമാത്മാവിനെ മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ പരമാത്മാവ് ഉണ്ടെന്നോ അല്ലെങ്കിൽ പരമാത്മാവ് മായയിൽ പെട്ടുപോയതാണോ എന്നൊക്കെ തെറ്റായിട്ട് വിചാരിക്കും. പരമാത്മാവ് ഉണ്ടെന്നോ തിരിച്ചറിയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പരമാത്മാവ് ഞാൻ ഒരേപോലെ തന്നെയാണ് എന്ന് ജീവാത്മാവ് തെറ്റായിട്ട് വിചാരിക്കും. അതാണ് സൃജിവാഹി ബുദ്ധി എന്ന് പറഞ്ഞത്. അല്ലെ, ഒരു കയറിനെ കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. പരമാത്മാവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറി പരമാത്മാവ് ശരീരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും, ഭൗതികമായിട്ടുള്ള ശരീരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും, ഭൗതിക ശരീരത്തിൽ ഇരിക്കുമ്പോഴും അത് പരിശുദ്ധമാണ്, മായയാൽ ബാധിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി ഒരിക്കലും മായയാൽ ബാധിക്കപ്പെടാത്ത ആ പരമാത്മാവിനെ ശരണം പ്രാപിക്കണമെന്നാണ് പറയുന്നത്. പ്രത്യുട കർമ്മ കലില പ്രകൃതി പ്രപത്തി. ആ പരമാത്മാവിനെ ശരണം പ്രാപിക്കണം. ഒരിക്കലും മായയാൽ ബാധിക്കപ്പെടാത്ത പരമാത്മാവിനെ ശരണം പ്രാപിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ പരമാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ശരണം പ്രാപിക്കാൻ സാധിക്കുന്നത് എന്നടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഭക്തി സേവനത്തിലൂടെയാണ് ആ പരമാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാനും പരമാത്മാവിനെ ശരണം പ്രാപിക്കാനും സാധിക്കുന്നത് എന്ന് പറയും. ഭക്തിയിലൂടെ മാത്രമേ പരമാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പരമാത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാൻ
സാധിക്കുന്നു. അങ്ങനെ ഭക്തിയിലൂടെ തന്നെയാണ് ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിക്കേണ്ടത് എന്നും ഇവിടെ 39ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യദ്പാദപങ്കജബലാശവിലാസഭക്ത്യാ കർമാശയം ഘൃതിതം ഘ്രതയന്തി സന്ത. നിരന്തരം ഭക്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ഭൗതിക ആഗ്രഹങ്ങളും ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഭൗതിക ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നത് എളുപ്പമല്ല. പക്ഷെ ഭഗവാന്റെ ഭക്തി സേവനം, നവവിധ ഭക്തി, ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, പാദസേവനം, ആത്മനിവേദനം ഇങ്ങനെയുള്ള നവവിധ ഭക്തി നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കർമാശയം ഗ്രഥിതം അഗ്രതയന്തി സത്ത. ഹൃദയത്തിലുള്ള ആ കാമക്രോധങ്ങളെല്ലാം ഇല്ലാതാകും. ഉദ്ഗ്രതയന്തി, അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ജീവാത്മാവിന് സാധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഭക്തി സേവനം ചെയ്യാതെ ഒരിക്കലും അത് സാധിക്കുകയില്ല എന്ന് സനത്കുമാരൻ എടുത്തു പറയുകയും ചെയ്യുന്നത്. തദ്വൻ ന രിക്തമതയോ യതയോ വിരുദ്ധ. റിക്തമതയോ എന്നാണ് പറയുന്നത്. ഭഗവാനോട് ആകർഷണമില്ലാത്ത, ഭഗവാന്റെ ഭക്തിയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക്, ഭക്തി സേവനം ചെയ്യാതെ നിൽക്കുന്നവരെയാണ് ഇവിടെ റിക്തമതയോ എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, ഭക്തിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുടെ അവസ്ഥ എന്താണ്? തദ്വൻ ന യതയോ വിരുദ്ധ. അവർക്ക് പരിശ്രമിച്ചാലും ആ കർമ്മപാശത്തെ ലംഘിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയാം. അവരുടെ ഭൗതികാഗ്രഹങ്ങളെ മറികടക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കുന്നില്ല. സ്വന്തം പരിശ്രമം കൊണ്ട് യഥയോവി അവർ യത്നിച്ചാലും അവർ പരിശ്രമിച്ചാലും അവർക്ക് അതിന് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാരെ കുറിച്ചാണ് പറയുന്നത്? ഭക്തിയിലേക്ക് വരാതെ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പല ആളുകളാണ്, അല്ലെ? കർമ്മമാർഗം, ഞാൻ കർമ്മം നന്നായിട്ട് ചെയ്യാം എന്നാൽ എനിക്ക് മുക്തി ലഭിക്കും, കർമ്മം നന്നാക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതേപോലെ ജ്ഞാനം ആർജിക്കുകയാണ് വേണ്ടത്, ഭക്തിയൊക്കെ ബുദ്ധി കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്ക് യത്നിച്ചാലും പരിശ്രമിച്ചാലും ഈ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ അവർക്ക് ആ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ജ്ഞാനികൾക്കും കർമ്മികൾക്കും ഭഗവാനെ നേരിട്ട് ആരാധിക്കാത്തത് കൊണ്ട് ഈ കർമ്മഗ്രന്ഥിയിൽ നിന്നും, കർമ്മത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നും പുറത്തു കിടക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല എന്നാണ് സനത്കുമാരൻ പറയുന്നത്. തദ്വന്ന റിക്തമതയോ യഥയോ വിരുദ്ധ. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാനെ നേരിട്ട് ആരാധിക്കാതെ അവ്യക്ത രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർയും അവ്യക്താഹി ഗതിർ ദുഃഖം. അവർക്ക് വലിയ കഷ്ടപ്പാടാണ് ലഭിക്കുന്നത്. അവർക്ക് പരിശ്രമിക്കുന്നതോറും കൂടുതൽ അവർ കെട്ടുപാടുകളിലേക്കാണ് പോകുന്നത്. അവർ മുക്തന്മാരാണെന്ന് സ്വയം വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് മുക്തി ലഭിക്കുന്നില്ല എന്ന് പറയും. അതേ കാര്യമാണ് ഇവിടെ സനത്കുമാരൻ പറയുന്നത്. ഭഗവാന്റെ പാദത്തെ ശരണം പ്രാപിക്കാതെ, ഭഗവാനെ ഭജിക്കാതെ ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും. ശ്രോതോഗണാസ്തം അരണം ഭജ വാസുദേവം. അതുകൊണ്ട് സനത്കുമാരൻ നേരിട്ട് നിർദ്ദേശം നൽകി, ഭജ വാസുദേവം. എന്താണ് ചെയ്യേണ്ടത്? ഈ ഭൗതികമായിട്ടുള്ള ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മോചനം ലഭിക്കണമെങ്കിൽ, ആത്യന്തികമായിട്ടുള്ള മോക്ഷം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭജ വാസുദേവം, ഭഗവാൻ വാസുദേവനെ ഭജിക്കുക. ആരെയാണ് ഭജിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവാൻ വാസുദേവനെ ഭജിക്കണം, അല്ലെ? ഭഗവാൻ ഭഗവത്ഗീതയിൽ നേരിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. മാമേകം ശരണം പ്രജ, എന്നെ ശരണം പ്രാപിക്കും എന്ന് വാസുദേവൻ നേരിട്ട് അവിടെ പറയുന്നുണ്ട്. ഇവിടെ സനത്കുമാരൻ പറയുന്നത് ആ വാസുദേവനെ ശരണം പ്രാപിക്കും, അദ്ദേഹത്തിനെ ഭജിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭക്തി സേവനം ചെയ്യൂ എന്നാണ്, അല്ലെ? വേറെ മാർഗമൊന്നുമല്ല പറയുന്നത്, കർമ്മമാർഗമോ ജ്ഞാനമാർഗമോ ഒന്നുമല്ല പറയുന്നത്. ഭജിക്കൂ, അദ്ദേഹത്തിന് ഭക്തി ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് എല്ലാ ആചാര്യന്മാരും
പറയുന്നത് ഭജ ഗോവിന്ദം എന്ന് ശങ്കരാചാര്യര് പറയും. ഗോവിന്ദനെ ഭജിക്കും, വേറെ വഴിയൊന്നുമില്ല. നഹി നഹി രക്ഷതി ദുഃഖൃജക, വേറെ വഴിയൊന്നുമില്ല. ചൈതന്യ മഹാപ്രഭുവും പറഞ്ഞത് ഇത് തന്നെയാണ്. കീർത്തനീയ സദാ ഹരി, ആ ഹരിയെ ഭജിക്കും, എപ്പോഴും കീർത്തിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ നിരന്തരം ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ ഭജിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് ഒന്നാമത്തെ സ്കന്ധത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീലപ്രഭാതർ അത് എടുത്തു പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ, 39ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ചായതുകം. ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ നിരന്തരം ഭക്തി ചെയ്യുന്ന സമയത്ത് വൈരാഗ്യവും ജ്ഞാനവും ഒക്കെ സ്വാഭാവികമായിട്ട് വന്നോളും. നമ്മൾ വൈരാഗ്യത്തിന് വേണ്ടി വേറെ പ്രവർത്തിക്കേണ്ട കഠിന തപസ്സുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജ്ഞാനത്തിന് വേണ്ടിയും കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നുകൊള്ളും. ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്, ഭഗവാന്റെ കാരുണ്യത്താൽ ഞാൻ അവർക്ക് എല്ലാവിധ ജ്ഞാനവും നൽകും എന്ന് ഭഗവാൻ പറയുന്നത്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയാമി. ആരാണോ ഭഗവാനെ നിരന്തരം സേവിക്കുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധി, അവർക്ക് ആവശ്യമായിട്ടുള്ള ജ്ഞാനം അവരുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ തന്നെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ജ്ഞാനദീപേന ഭാസ്വത, അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ ഇരുട്ടും അതോടുകൂടി ഇല്ലാതാകുമെന്ന് പറയുന്നു. അപ്പോൾ ഭക്തിയോഗത്തിൽ പ്രവേശിച്ചവർക്ക് ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ സ്വാഭാവികമായിട്ട് ലഭിക്കും, അവർക്ക് മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. ഇനി ആ ഭൗതിക ലോകത്തിനെ തരണം ചെയ്യുക എന്നുള്ളത് അത്ര ഈസി അല്ല, അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം 40ാമത്തെ ശ്ലോകത്തിൽ സനത് കുമാരൻ പറയുന്നുണ്ട്. ആ ഭവസാഗരത്തിനെ കുറിച്ചാണ്, ഭൗതിക ലോകത്തിനെ കുറിച്ചാണ് പറയുന്നത്. കൃച്ഛ്രോ മഹാനിഹ അപ്ലവേശാം ഭവാർണവമപ്ലവേശാം ഷഡ്വർഗനഗ്രസുഖ അസുഖേന ദിദീർഷന്തി തത്വം ഹരേർഭഗവതോ ഭജനീയമന്ത്രി കൃത്തോടുപം വ്യസനമുത്തരദുസ്തരാർണം. ഈ ഭൗതിക സാഗരം ഭവാർണവം മഹാൻ, അത് വളരെ വലുതാണ് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് സ്വന്തം ശക്തി കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കുന്നില്ല, അല്ലെ? സമുദ്രത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ ഞാനത് നീന്തി കടക്കാം എന്ന് വിചാരിക്കുന്നത് വലിയ തെറ്റായിട്ടുള്ള ഒരു ചിന്തയാണ്. നീന്തി കടക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? ഷഡ്വർഗനക്രം അസുഖേന നിതീർഷന്തി. അതിൽ ധാരാളം മുതലകളുണ്ട്, അല്ലെങ്കിൽ സ്രാവുകളുണ്ട്. ഷഡ്വർഗം എന്ന് പറയുന്നത് 6 ഇന്ദ്രിയങ്ങളാണ്. 6 ഇന്ദ്രിയങ്ങളാകുന്ന മുതലകൾ ആ സമുദ്രത്തിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അത് ഏത് നിമിഷവും ഒരു വ്യക്തിയെ വിഴുങ്ങാം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല. മനഃഷ്ടാണി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷകർ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. അവിടെയും 6 ഇന്ദ്രിയങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഷഷ്ടാനി 6 ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ. അത് മനുഷ്യന്റെ ബുദ്ധിയെ ഏത് നിമിഷവും പിടിച്ചു കൊണ്ടുപോകും. ഇവിടെ അതിനെ മുതലകളായിട്ടാണ് പറയുന്നത്. ഷഡ്വർഗ നക്രം അസുഖേന. ഈ സമുദ്രത്തിൽ ഇങ്ങനെയുള്ള മുതലകളൊക്കെ, ഇന്ദ്രിയങ്ങളാകുന്ന മുതലകൾ, അതൊരു വ്യക്തിയുടെ ബുദ്ധിയെ ഏത് നിമിഷവും ഹരിച്ചു കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടോ അല്ലെങ്കിൽ പ്രയത്നം കൊണ്ടോ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. സമുദ്രത്തിൽ വീണാൽ എന്ത് വേണം? തത്വം ഹരേർ ഭഗവതോ ഭജനീയമന്ത്രി കൃത്തോടകം വ്യസനമുത്തര ദുസ്തരാർണം. രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമാണല്ലോ. എന്താണ്? കൃത്തോടകം വ്യസനമുത്തര ദുസ്തരാർണം. സമുദ്രത്തിൽ വീണ് കഴിഞ്ഞാൽ, ഒരു ബോട്ട് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും, അല്ലെ? അപ്പൊ പിന്നെ മുതലൊന്നും പിടിക്കുന്നില്ല. ഒരു ബോട്ട് കിട്ടണം. ആ ബോട്ട് എന്താണ്? ഭജനീയ മന്ത്രി. ആ ഭഗവാന്റെ പാദപത്മങ്ങളാണ് ആ ബോട്ട്. സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഞ്ചി എന്നാണ് പറയുന്നത്. കൃത്തോടുപം. ആ ബോട്ടിൽ കയറണം, ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കണം. ആ ഭഗവാന്റെ പാദങ്ങളുടെ പ്രത്യേകതയും പറയുന്നുണ്ട്. ഭജനീയ മന്ത്രി. ഭഗവാന്റെ പാദങ്ങൾ ഭജനീയമാണ്, ഭജിക്കേണ്ടതാണ്. അത് ആ പാദങ്ങളെ ആരാധിക്കേണ്ടത് നിർബന്ധമാണ്.
ജീവാത്മാവിന്റെ ധർമ്മമാണ് ഭഗവാനെ ഭജിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഭഗവാന്റെ പാദങ്ങളെ ഭജനീയ മന്ത്രി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ നേരിട്ട് പറയുന്നത് ഭഗവാനെ ആരാധിക്കുക. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുർ. ഭഗവാൻ നേരിട്ട് പറയുന്നുണ്ട്, എന്നെ കുറിച്ച് ചിന്തിക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുക. കാരണം ആരാധിക്കപ്പെടേണ്ടവനാണ് ഭഗവാൻ, ഭജനീയ മന്ത്രി. ആ ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കുന്നവർക്ക് ഈ ദുഷ്കരമായിട്ടുള്ള ഭവസാഗരത്തെ വളരെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മറികടക്കാൻ വളരെ പ്രയാസമാണ്. എങ്കിലും ആരാണോ ഭഗവാന്റെ പാദത്തെ മുറുകെ പിടിച്ചിട്ടുള്ളത് അവർക്ക് ഈ ദുസ്തരാർണം ഒരിക്കലും മറികടക്കാൻ സാധിക്കാത്ത ഈ സമുദ്രത്തെ മറികടക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വ്യസനം ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ സാധിക്കും എന്നാണ്. ഏതുപോലെ സമുദ്രത്തിൽ മുങ്ങിത്താഴുന്ന സമയത്ത് ഒരു ബോട്ട് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കപ്പലിൽ കയറാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സമുദ്രത്തിനെ മറികടക്കാൻ സാധിക്കും. അതേപോലെ ഈ ഭൗതിക സമുദ്രത്തിൽ നിന്നും ജീവാത്മാവിനെ രക്ഷിക്കുന്ന ബോട്ടാണ് അല്ലെങ്കിൽ കപ്പലാണ് ഭഗവാന്റെ പാദങ്ങൾ എന്നാണ് പറയുന്നത്. ഭജനീയ മന്ത്രി. ആ ഭഗവാന്റെ പാദങ്ങളെ ഭജിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ സമുദ്രത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുമെന്ന് പറയും. ഇങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്യുന്നതാണ് ഒരു ജീവാത്മാവിന്റെ ക്ഷേമത്തിന് വേണ്ടി ഉള്ള പ്രവൃത്തി എന്ന് വളരെ വ്യക്തമായിട്ട് സനത് കുമാരൻ പൃഥ്വിരാജാവിന് പറഞ്ഞു കൊടുത്തു. അതിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കണം, ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ മനസ്സിലാക്കണം, ഭഗവാനെ കീർത്തിക്കണം, ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ നിരന്തരം ചെയ്യുന്ന സമയത്ത് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതാകും, മോക്ഷം ലഭിക്കും, തിരിച്ചു ഭഗവാനിലേക്ക് തിരിച്ചു പോകാനും സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആത്മീയമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സനത് കുമാരിൽ നിന്ന് കേട്ട സമയത്ത് പൃഥ്വി മഹാരാജാവിന് വലിയ സന്തോഷമായി. പൃഥ്വി മഹാരാജാവ് സനത് കുമാരനോട് നന്ദിപൂർവ്വം സംസാരിക്കാൻ ആരംഭിച്ചു എന്നാണ് മൈത്രേയ മഹർഷി 41ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സയേവം ബ്രഹ്മപുത്രേണ കുമാരേണ ആത്മമേധസ ദർശിതാത്മഗതി സമ്യക് പ്രശസ്യോവാചതം നൃപഃ. ബ്രഹ്മപുത്രേണ, ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ് ഈ സനത് കുമാരന്മാർ. ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടിയാണ് സനത് കുമാരന്മാർ. അവരെ കാണാൻ തന്നെ വളരെ ദുർലഭമായിരിക്കും, അല്ലെങ്കിൽ അവരെ കാണാൻ വലിയ പ്രയാസമാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണാൻ പ്രയാസമുള്ള ബ്രഹ്മാവിന്റെ പുത്രന്മാരെ തനിക്ക് കാണാൻ സാധിച്ചു. അവര് ആത്മീയമായിട്ടുള്ള മാർഗമൊക്കെ നിർദ്ദേശിച്ചു തന്നു. ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു തന്നു. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും വിശദമായിട്ട് പറഞ്ഞു തന്നു. ഇതില് രാജാവിന് വലിയ സന്തോഷമായി. രാജാവിന് ആത്മീയമായിട്ടുള്ള സംശയങ്ങളെല്ലാം തീരുകയും ചെയ്തു. അപ്പോൾ പൃഥ്വി മഹാരാജാവ് അവരോട് വളരെ നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സംസാരിക്കുകയാണ്. അവർക്ക് എല്ലാവിധ ഉപഹാരങ്ങളും പൃഥ്വി മഹാരാജാവ് നൽകുന്നുണ്ട്. കുമാരന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം ഉപഹാരങ്ങൾ പൃഥ്വി മഹാരാജാവ് നൽകുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പൃഥ്വി മഹാരാജാവ് പറയുന്നത് എന്താണ്? 42ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, കൃതോ മേ അനുഗ്രഹപൂർവം ഹരിണാർത്ഥാനദം വിന തമാപാദയിതും ബ്രഹ്മൻ ഭഗവൻ യൂയമാഗതാഹ. എന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഭവാൻമാർ ഇവിടെ എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആരാണ് പറഞ്ഞു തന്നത്? ഭഗവാൻ. പൂർവം നേരത്തെ ഹരിണ അർത്ഥാനുകമ്പിന ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ തന്നെ നേരത്തെ എനിക്ക് പ്രത്യക്ഷനായ സമയത്ത് സിദ്ധേശ്വരന്മാരെ നിനക്ക് ദർശിക്കാൻ സാധിക്കണം എന്ന് ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭഗവാന്റെ വാക്ക് സത്യമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട് എന്നുള്ള കാര്യം പൃഥ്വി മഹാരാജാവ് അവരെ അറിയിച്ചു. അതിനുശേഷം കുമാരന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനമാണ് അവർ നൽകിയിട്ടുള്ളത്, അല്ലെ?
അവർക്ക് എല്ലാവിധ ആത്മീയ ജ്ഞാനവും ഉണ്ട്. അതുകൊണ്ടാണ് അവരെ കുറിച്ച് ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ മൈത്രേയി മഹർഷി പറയുന്നത്, കുമാരേണ ആത്മമേധസ, എല്ലാ ആത്മീയ ജ്ഞാനവും ഉള്ളവരാണ് കുമാരന്മാർ. അവരെല്ലാ ആത്മീയ ജ്ഞാനവും പൃഥു മഹാരാജാവിന് പകർന്നു നൽകി. അതിനു പകരം ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പക്ഷെ എല്ലാം പൃഥു മഹാരാജാവ് എല്ലാം കുമാരന്മാർക്ക് സമർപ്പിക്കുന്നു. എന്തെല്ലാമാണ് പൃഥു മഹാരാജാവ് കുമാരന്മാർക്ക് സമർപ്പിച്ചത് എന്ന് വിശദീകരിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. हरे कृष्णा प्रभु जी, हरे कृष्णा। श्रीकांत प्रभु जी जप जाओ। जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे।